അയ്യപ്പേട്ട, അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി BJP തിരുവനന്തപുരം നഗര കോർപ്പറേഷൻ ഭരിക്കാൻ പോവുകയാണ്. BJPയുടെ ഈ വിജയത്തെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? യഥാർത്ഥത്തിൽ CPMന്റെ അടിത്തറ ഇളകുന്ന ഒരു റിസൾട്ടാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും കാണാൻ കഴിയുന്നത്. ഇനി നമ്മൾ UDF വരികയാണെങ്കിൽ UDF കഴിഞ്ഞ തവണ, അതായത് 5 വർഷം മുമ്പ് 10 സീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അവർ 20 സീറ്റ് പിടിച്ച് UDFും കരുത്ത് കാട്ടി. എവിടെയാണ് LDFിനെ അടിത്തറ ഇളകിയത്? അതുപോലെ BJP വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഘടകങ്ങൾ എന്തെല്ലാം? തുഫൽ, ഞാൻ തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. സത്യത്തിൽ എനിക്ക് തെല്ല അതിശയമുണ്ട് BJP കോർപ്പറേഷൻ ഭരിക്കുന്നു എന്ന് പറയുന്നത്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പക്ഷേ എങ്കിലും നമ്മളിവിടെ നടത്തിയ നമ്മുടെ ചില വീഡിയോകളിൽ, നമ്മളിവിടെ എടുത്ത വീഡിയോകളിൽ ഒരു തിരുവനന്തപുരത്തുകാരൻ എന്ന രീതിയിൽ ഞാനും തുഫയിലും കൂടെ ഇരുന്ന ചർച്ചയിൽ തന്നെ 1-2 തവണ ഞാൻ പറഞ്ഞിരുന്നു BJP ഒറ്റക്കക്ഷിയായി വരും എന്ന് ഞാൻ പറഞ്ഞു. ഒറ്റക്കക്ഷിയായി വരുമെന്ന് പറഞ്ഞു. ശരിയാ. അപ്പോൾ അതിലേക്ക് തന്നെ ഞാൻ പറഞ്ഞു എന്നതല്ല, അതിൻ്റെ ക്രെഡിറ്റ് നമ്മുടെ സ്ഥാപനത്തിനാണ്. അത് നമ്മുടെ ഒരു അനലൈസിങ്ങിൽ പറഞ്ഞതാണ്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കാര്യം ഇനി ഒരു 2 സീറ്റ് സ്വതന്ത്രന്മാർ പിന്തുണച്ചാലും ഇല്ലെങ്കിൽ പോലും BJPയുടെ മേയർ വരികയാണ്. BJP മേയർ വന്നതിൽ BJPയോടൊപ്പം നിന്നുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്. CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അപജയത്തെക്കുറിച്ചും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഉണർവിനെക്കുറിച്ചും കൂടെ നമുക്കിവിടെ പറയേണ്ടി വരും. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒന്ന്, നമ്മൾ BJPയുടെ ജയത്തെക്കുറിച്ച് പറയുമ്പോൾ CPM വോട്ട് ഹിന്ദു ഭൂരിപക്ഷത്തിൽ, അതായത് ഭൂരിപക്ഷ സമുദായത്തിലെ ഹിന്ദു വോട്ടുകളിൽ SNDP സമുദായത്തിൻ്റെ 1 വോട്ട് ചോർച്ച CPMന് ഉണ്ടായിട്ടുണ്ട്. CPMൻ്റെ വോട്ടാണ് ഈ പോയി BJPക്ക് കിട്ടിയിരിക്കുന്നത്. തീർത്തും വ്യക്തമായിട്ട് ഒരു തിരുവനന്തപുരം നിവാസി എന്ന രീതിയിൽ എനിക്ക് പറയാൻ കഴിയും. കാര്യം കോൺഗ്രസ് ആ വോട്ട് കുറേ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അവർ ചിലയിടങ്ങളിൽ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ് ഇത്രയും സീറ്റും കൂടെ ജയിച്ച് കഴിഞ്ഞത് കൊണ്ടാണ്, അതായത് CPMൻ്റെ വോട്ട് കോൺഗ്രസ് കൊണ്ടുപോകുമെന്നും BJPയുടെ ചില സീറ്റുകൾ കോൺഗ്രസ് കൊണ്ടുപോകുമെന്നും നമ്മൾ പറഞ്ഞിരുന്നു. അതായത് നമ്മൾ നൽകിയിരുന്ന സീറ്റിൻ്റെ എണ്ണം ഏതാണ്ട് അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. കാര്യം BJPക്ക് 40 to 45 എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അത് 45-ന് മേൽ എത്തിയിട്ടുണ്ട്. കോൺഗ്രസിന് 15 to 20 എന്ന് പറഞ്ഞു. അത് 19 വരെ എത്തി നിൽക്കുന്നു. അപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ CPM എന്ന് പറയുന്ന പാർട്ടി ഇപ്പോൾ AK സെൻറ്റർ ഒരു മരണവീട് പോലെയാണ് നിൽക്കുന്നതെന്നൊക്കെയാണ് ഇപ്പം ഏഷ്യാൻ ന്യൂസിലൊക്കെ കാണിച്ചത്. അപ്പോൾ തുടക്കം മുതൽ തുഫേലിനോട് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, CPM എന്ന് പറയുന്ന പാർട്ടി ഇത്തവണ സ്ഥാനാർത്ഥികളെ നിർണയിച്ച കാര്യത്തിൽ വളരെ വല്ലാത്ത ഒരു പിഴവ് അവർക്കുണ്ടായിട്ടുണ്ട്. അതായത് ഏരിയ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ളവർ, ഏരിയ സെക്രട്ടറിമാരായിട്ടുള്ളവരെയൊക്കെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ SP ദീപക് എന്ന് പറയുന്ന ജില്ലാ കമ്മിറ്റി അംഗം പേട്ടയിൽ ജയിച്ചു. അത് ആ സ്ഥാനാർത്ഥിയുടെ വ്യക്തി മികവാണ്, അല്ലാതെ CPMൻ്റെ വിജയമായിട്ട് എനിക്കതിനെ കണക്കൂട്ടാൻ കഴിയില്ല. അതുപോലെ വഞ്ചൂർ ബാബു എന്ന മറ്റൊരു മേയർ സ്ഥാനാർത്ഥി, അദ്ദേഹം വഞ്ചൂർ ജയിച്ചത് അതും അദ്ദേഹത്തിൻ്റെ ഒരു മിടുക്കെന്നേ ഞാൻ പറയില്ല. അദ്ദേഹത്തിന് IP ബിനു തോറ്റു. CPMൻ്റെ കുന്നുകുഴിയിൽ AK സെൻറ്റർ, കഴിഞ്ഞ തവണ AK സെൻറ്റർ ഇരിക്കുന്ന സ്ഥലത്ത് കഴിഞ്ഞ തവണ അവരുടെ സ്ഥാനാർത്ഥി തോറ്റു. CPMൻ്റെ സ്ഥാനാർത്ഥി തോറ്റിരുന്നു. ഒലീന എന്ന് പറയുന്ന ഒരു ഇടത് നേതാവ്, ഇടത് സംഘടനകളുടെ നേതാവായിരുന്നു, അധ്യാപക സംഘടന മറ്റാണെന്ന് തോന്നുന്നു, അവർ തോറ്റുപോയി. ഇപ്പോഴും ജയിച്ചിരിക്കുന്നത് മേരി പുഷ്പമാണ്. അതിൽ നമ്മളിവിടെ വോട്ട് ചെയ്ത ശേഷം, ഇന്നലെ ഇവിടെ നാട്ടിൽ നിന്ന് വന്ന ശേഷം ഒരു അനലൈസിങ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടൊപ്പം നമ്മളൊക്കെ ഇരുന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, IP ബിനുവിൻ്റെ തോൽവിയുടെ കാര്യവും ഞാൻ എടുത്തു പറഞ്ഞിരുന്നു. കാരണം ഇത് അടിത്തട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു റിപ്പോർട്ടുകളാണ്, അല്ലാതെ കണ്ണുമടച്ച് പാർട്ടി ജയിക്കും എന്ന് പറയുന്ന ആ ഒരു റിപ്പോർട്ടല്ല നമ്മളിവിടെ നൽകിയത്. അടിത്തട്ടിലെ അടി ഒഴുക്ക് ശരിക്കും CPM ആരൊക്കെ ജയിക്കും, CPMൽ ആരൊക്കെ തോൽക്കും എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞിരുന്നു. അതിലൊന്ന് IP ബിനുവിൻ്റെ തോൽവി. 2, ഇതിൽ നമുക്ക് പറയാനുള്ളത്, രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ അത് നമുക്ക് മറ്റൊരു വിഷയമായിട്ട് സംസാരിക്കാം. അതായത് BJPയുടെ ജയത്തെക്കുറിച്ചും കോൺഗ്രസിന്റെ ഉയർപ്പിനെ കുറിച്ചുള്ള വിഷയം നമുക്ക് രണ്ട് വീഡിയോസ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഇതിൽ നമുക്ക് തിരുവനന്തപുരത്ത് CPMന് പറ്റിയ തെറ്റുകളെക്കുറിച്ച് നമ്മളൊരു അനലൈസിങ് നടത്തേണ്ടത് തന്നെയാണ്. തിരുവനന്തപുരത്ത് ഇന്ന് വരെ ജില്ലയിൽ, കോർപ്പറേഷനിൽ ഇന്ന് വരെ ഒരു റിബൽ സ്ഥാനാർത്ഥി CPMന് ഉണ്ടായിട്ടില്ല. പലയിടങ്ങളിലും സ്ഥാനാർത്ഥികൾ നേരത്തെ, ഇപ്പോൾ ഉള്ളൂർ നമ്മുടെ ശ്രീകണ്ഠൻ ചേട്ടൻ, തിരുവനന്തപുരത്തെ പത്രപ്രവർത്തകർക്കെല്ലാം അറിയാവുന്ന ദേശാഭിമാനിയുടെ ബ്യൂറോ ചീഫ്, അത് പാർട്ടി പത്രമാണ്, പാർട്ടി പത്രത്തിൻ്റെ ബ്യൂറോ ചീഫായിട്ട് നീണ്ട കാലം ഇരുന്ന ഈ പറയുന്ന ശ്രീകണ്ഠൻ എന്ന് പറയുന്ന നേതാവിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് ആ സ്ഥാനാർത്ഥിയായ ശ്രീകണ്ഠൻ ഉള്ളൂർ ഒരു റിബലായിട്ട് വന്നിട്ടുണ്ട്. ചെമ്പഴന്തിയിൽ ഒരു റിബലുണ്ട്. ഇപ്പോൾ എൻ്റെ വാർഡ് എന്ന് പറയുന്ന കണ്ണമ്മൂലയായിരുന്നു. കണ്ണമ്മൂല ജയിച്ചിരിക്കുന്നത് VSനൊപ്പം CPMൽ ഉണ്ടായിരുന്ന ഒരു രാധാകൃഷ്ണനാണ്. രാധാകൃഷ്ണനെ പാർട്ടി പുറത്താക്കിയതായിരുന്നു. പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ് ആയിരുന്നു. 300 ശിഷ്ട വോട്ടിനാണ് രാധാകൃഷ്ണൻ ജയിച്ചിരിക്കുന്നത്.
അപ്പോൾ അതെല്ലാം CPM-ന് തിരുവനന്തപുരത്ത് തലയിൽ മുണ്ടിട്ട് കിടക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത്. CPM ഇനിയിപ്പോൾ ഇതിന് ചില ഭാഷ്യങ്ങൾ നേരത്തെ തുഫേൽ പറഞ്ഞ പോലെ അവർ പറയും ഇത് ജമാഅത്തിൻ്റെ വോട്ടാണ്, ലീഗിൻ്റെ മുസ്ലിം വോട്ടാണ്. തിരുവനന്തപുരത്ത് അങ്ങനെ ജമാഅത്ത് ഇസ്ലാമിക്കും ഈ ലീഗിനൊന്നും കാര്യമായി ഞാൻ ചോദിക്കട്ടെ തിരുവനന്തപുരത്തെ ആയിരുന്നാലും ഓൾ കേരള ആയാലും ഇവർക്ക് വോട്ട് കിട്ടിയാൽ ഇവർ മേടിക്കത്തില്ല. പിന്നെ തീർച്ചയായും മേടിക്കും. ഇവർ മേടിക്കത്തില്ല. അപ്പോൾ ഇതിപ്പോൾ മേടിച്ചത് 2015 ഇവരുമായിട്ട് പരസ്യമായ സഖ്യം ജമാഅത്ത് ഇസ്ലാമിയായിട്ട് സഖ്യം. തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ എടുത്തു പറഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്തുകൊണ്ട് കഴിഞ്ഞ തവണ 35 സീറ്റോ 37 സീറ്റോ ഉണ്ടായിരുന്ന BJP 10 സീറ്റ് വർദ്ധിപ്പിച്ച്, അല്ലെങ്കിൽ 52 എത്താൻ 3 സീറ്റിൻ്റെ ആവശ്യം കൂടെ ഉള്ളൂ, അവർ ജയിക്കണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ എത്രയോ തവണ നമ്മളോട് സംസാരിച്ചു. ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന മേയറായിരുന്ന മുൻ മേയറെ ഇവർ ചിത്രത്തിൽ ഇറക്കിയില്ല. അവിടെ മുതൽ അവർക്ക് അറിയാമായിരുന്നു CPM-ന് ഇത്തവണ ഭരണം കിട്ടില്ല, തട്ട് കിട്ടുമെന്ന് അവർക്ക് മനസ്സിലായി. എങ്ങനെയാണ്, അതായത് CPM എന്ന് പറയുന്ന പാർട്ടി ഇനി ചെയ്യേണ്ടത്, തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അടിയന്തരമായി വിളിച്ചുകൂട്ടി എവിടെയാണ് വീഴ്ച പറ്റിയത്. കാര്യം അവർക്ക് അങ്ങനെയാണ്. അവരിപ്പോൾ നീണ്ട 15 കൊല്ലം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയായി, നീണ്ട 10 കൊല്ലം അദ്ദേഹം മുഖ്യമന്ത്രിയായി. ഇനി ഒരു ഡ്രോബാക്ക്, ഇനി ഒരു 3 മാസം കൊണ്ട് ഇവിടെ ഉണ്ടാകാൻ പോകുന്ന എന്തെന്ന് നമ്മൾ അല്പം മുമ്പ് ഹരികുമാർ എന്ന് പറയുന്ന നമ്മുടെ ഗസ്റ്റുമായിട്ട് സംസാരിച്ചോ പറഞ്ഞത്, ഇനി കേന്ദ്രത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് കുടുംബത്തിനുള്ള സപ്പോർട്ട് കിട്ടത്തില്ല. ED അന്വേഷണങ്ങൾ വളരെ ബലപ്പെടും. ഇനി പിണറായി ശക്തനല്ല. കാര്യം നമ്മൾ കോൺഗ്രസ് മറ്റുള്ള ടോപ്പിക് ആയിട്ട് നമുക്ക് അപ്പോഴേ പറയാൻ പറ്റുള്ളൂ. കോൺഗ്രസ് പോലും സ്വപ്നത്തിൽ വിചാരിക്കാത്ത വിജയമാണ് കോൺഗ്രസിന് പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. 5 കോർപ്പറേഷനിൽ ഒരൊറ്റ കോർപ്പറേഷൻ ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്നത് അതും പോകും. 5 കോർപ്പറേഷനും LDF-ന് നഷ്ടമാവുകയാണ്. അതിൽ തിരുവനന്തപുരം തലസ്ഥാനം കാവ്യവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ, കാര്യം എൻ്റെ ഓർമ്മ വെച്ച കാലം, എൻ്റെ 5 വയസ്സ് മുതൽ ഞാൻ കണ്ടിട്ടുള്ളത് BJP എന്ന് പറയുന്ന സ്ഥാനാർത്ഥി നിന്നും ഞങ്ങൾ കളിയാക്കുമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും അപഹാസ്യരായിട്ടുള്ള സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മയിൽ P. കേരളവർമ്മ എന്ന് പറഞ്ഞ ഒരു സ്ഥാനാർത്ഥി ഞങ്ങളുടെ ലോകസഭയിൽ മത്സരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ രാജേട്ടൻ രാജഗോപാൽ, അദ്ദേഹം നിരവധി തവണ തോറ്റ ഒരാളാണ്. ഇപ്പോൾ ആ BJP-യുടെ ആ ഒരു വളർച്ച CPM എന്ന് പറയുന്ന പാർട്ടിയുടെ തകർച്ചയാണ്. കാര്യം CPM-ൽ നിന്നാണ് എന്ത് കണ്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടി 55 സീറ്റ് കിട്ടുന്നത്? ഇതൊക്കെ ഏത് ലോകത്താണ്? ഹൈന്ദവ വോട്ടുകളുടെ ഒരു ഏകീകരണം BJP-ക്ക് അനുകൂലമായിട്ട് തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഈ പറയുന്ന പോലെ തുഫേല എനിക്ക് മനസ്സിലായിടത്തോളം ഭൂരിപക്ഷ സമുദായത്തിൽ SNDP സമുദായം, SNDP ആണ് CPM-ന് വോട്ട് കൊടുക്കുന്നത്. നായർ സമുദായം വളരെ കുറച്ച്, ഇവരെല്ലാം തന്നെ കുറേയധികം വോട്ട് BJP-യിലേക്കും പോയി, കുറേയധികം വോട്ട് കോൺഗ്രസിലേക്ക് പോയി. ഇപ്പം CPM എന്ന് പറയുമ്പോൾ ഒരു വൈറ്റ് കോളർ ജോബിൻ്റെ കുറേ ആൾക്കാരുടെ സ്ഥലം, സർക്കാർ ഉദ്യോഗസ്ഥരുടെ സ്ഥലമാണ്. അപ്പോൾ അവിടെ BJP ശക്തമാവുക എന്ന് പറഞ്ഞാൽ കുറേ വരുത്തന്മാരുള്ളൊരു സ്ഥലവും കൂടെയാണ്. അവിടെ നാട്ടുകാർ കുറവാണെങ്കിലും അവിടെ കബഡിയാർ ഒന്ന് ആലോചിച്ച് നോക്കുക, ശാസ്തമംഗലം, വെള്ളയമ്പലം, ഇങ്ങനെയൊക്കെയുള്ള സിറ്റിക്കകത്തൊക്കെ തന്നെ ജയിച്ചിരിക്കുന്നത് BJP കൂടെയൊക്കെയാണ്. നേമം, വട്ടിയൂർക്കാവിൽ, കഴക്കൂട്ടത്ത്, നേമത്ത് ഒക്കെ തന്നെ 4 നിയോജക മണ്ഡലങ്ങളുള്ളത്. അവിടെ എല്ലാം തന്നെ എല്ലാ മണ്ഡലങ്ങളിലും വ്യക്തമായ സൂചന BJP-ക്ക് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ CPM ഇനി നടത്താൻ പോകുന്ന, ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, എത്രയും പെട്ടെന്ന് അവരുടെ ജില്ലാ കമ്മിറ്റി വിളിച്ചു കൂട്ടുക. 6 ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാര് ഗോവിന്ദനോടൊപ്പം ഇരുന്ന് ചർച്ച നടത്തിയതാണ്. കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് അവർ വിജയം ഉറപ്പാക്കിയതാണ്. അന്ന് ഇതിന്റെ തുടക്കം മുതൽ നമ്മൾ നിങ്ങളോട് പറഞ്ഞു, എന്തിന് ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാർ മത്സരിക്കണം, എന്തിന് ഏരിയ കമ്മിറ്റി, ഈ വഞ്ചൂർ ബാബു എന്ന് പറയുന്ന ഏരിയ കമ്മിറ്റി സെക്രട്ടറി മത്സരിച്ചു, ശിവജി എന്ന് പറയുന്ന ഏരിയ കമ്മിറ്റി സെക്രട്ടറി മത്സരിച്ചു, ഏരിയ കമ്മിറ്റി അംഗങ്ങളൊക്കെ തന്നെ മത്സരിച്ചു. അപ്പോൾ പാർലമെന്ററി തലത്തിൽ CPM-ന് വല്ലാതെ സുഗലോലുപത ആയിക്കഴിഞ്ഞു. പാർട്ടി എന്ന് പറയുന്നത് സംഘടനയല്ല, അതായത് CPM എന്ന് പറയുന്ന പാർട്ടി സംഘടനയല്ല, മറിച്ച് പാർലമെന്ററി തലത്തിൽ ഉള്ള സുഗലോലുപതയാണ് ഈ പാർട്ടിയെ ഇന്ന് തിരുവനന്തപുരത്ത് പടുകുഴി. കാര്യം ഏത് വിഷയങ്ങളും തലസ്ഥാനത്തുണ്ടായാൽ അത് പ്രതിധ്വനിക്കുന്ന എവിടെയാണ്? തിരുവനന്തപുരത്ത് തലസ്ഥാനത്താണ്. അപ്പൊ തലസ്ഥാനം കാവി മൂടി എന്ന് പറഞ്ഞാൽ തലസ്ഥാനത്ത് ഇപ്പം ഇരുന്ന് ഭരിക്കുന്ന മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ ഇങ്ങേയറ്റം അവസാനം CPI-യുടെ മന്ത്രി ചിഞ്ചുറാണി വരെ, അല്ലെങ്കിൽ പോട്ടെ ജോസ് കെ മാണിയുടെ പാർട്ടി മാണിയുടെ റോഷി അഗസ്റ്റിന് വരെ ചെകിടത്ത് കിട്ടിയ അടിയാണ്. കാരണം ഒരു ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അദ്ദേഹം ആശമാരുടെ സമരത്തിൽ കാണിച്ചത്. പിന്നെ എടുത്തു പറയാനുള്ള, അതെല്ലാം പൊതുവിലെ വിഷയമാണെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷൻ എടുത്തു പറയുമ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ തന്നെയാണ് ഈ CPM-ന്റെ ഇന്നത്തെ ഈ തോൽവിക്ക് കാരണമെന്ന് ഒരു നാട്ടുകാരനായ എനിക്കിതിൽ അടിയുറച്ചെനിക്ക് പറയാൻ പറ്റും. കാര്യം ആര്യ രാജേന്ദ്രനെ ഒരു സ്ഥലത്ത് പോലും അവർക്ക് ഇറക്കാൻ പറ്റിയില്ല, അല്ലേ? ആര്യ രാജേന്ദ്രൻ ഇറങ്ങിയിട്ടില്ല. ആര്യ രാജേന്ദ്രന്റെ അഹങ്കാരം, ആര്യ രാജേന്ദ്രനെ മുന്നിൽ നിർത്തി പിൻസീറ്റ് ഡ്രൈവ് ചെയ്ത ഈ പറയുന്ന ഏരിയ കമ്മിറ്റിയിലെ അംഗങ്ങൾ, CPM-ലെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, എണ്ണം പറഞ്ഞ് എനിക്ക് അവരുടെ പേര് പറയാൻ കഴിയും, പക്ഷെ ഞാൻ പറയുന്നില്ല. ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളാണ് ഈ തോൽവിയുടെ ഉത്തരവാദിത്തം CPM-ന് അവരാണ് ഏറ്റെടുക്കേണ്ടത്.
അവരെ CPM അവരുടെ ഏരിയ കമ്മിറ്റി യോഗത്തിൽ ക്രൂശിക്കണം എന്നാണ് എനിക്ക് ഈ തോൽവിയിൽ ഈ പറയുന്ന CPM എന്ന് പറയുന്ന വലിയ പാർട്ടിയോട് പറയാനുള്ളത്. ഊപ്പുകുത്തി താഴെ പോയിരിക്കുന്നു. കോൺഗ്രസിന് 20 സീറ്റാണ് കിട്ടിയിരിക്കുന്നത്, ഇവർക്ക് വെറും 24 22. ഇതിൽ നിന്നെങ്കിലും കണ്ണിലെ നെയ് വറ്റി അഹങ്കാരം കുറച്ച് മര്യാദയ്ക്ക് പാർട്ടി എങ്ങനെയാണ്, പാർട്ടി എന്താണെന്ന് പുതിയ പാർട്ടി അംഗങ്ങളെ പഴയ പാർട്ടി അംഗങ്ങളെ ഈ CPM പഠിപ്പിക്കണം. ഇത് BJPയുടെ വിജയം എന്ന് പറയുന്നത് ശരിക്കും ഹൃദയം തകരുന്ന രീതിയിൽ CPMന് സ്വീകരിക്കാൻ കഴിയുള്ളൂ. അതാണ് അത്രത്തോളം വളർന്നിരിക്കുന്നു BJP എന്ന് ഒരു നാട്ടുകാരനായി എനിക്ക് പറയാൻ കഴിയും. കാര്യം BJP വരും എന്ന് ഇവിടെ നമ്മുടെ ഫ്ലോറിൽ ഇരുന്ന് സംസാരിച്ചപ്പോൾ എൻ്റെ മരിച്ചുപോയ അച്ഛനും എൻ്റെ മരിച്ചുപോയ അമ്മയ്ക്കും തെറി വിളിച്ച് കമന്റുകൾ ഇട്ട നിരവധി പേരുണ്ട്. അവർക്ക് മുന്നിലേക്ക് ഇതാ ഞങ്ങൾ വിജയപൂർവ്വം, ഞാൻ BJPക്കാരനല്ല, ഞാൻ ഒരിക്കലും BJPക്കാരനല്ല, പക്ഷെ സത്യമായിട്ട് പറയാതിരിക്കാൻ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ അല്ലെ, നമുക്കൊരു സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ സമൂഹത്തോട് വളരെ അടുത്ത് നിൽക്കുന്നതാണ്. സ്പന്ദനങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല. ഏതായാലും CPM വെന്റിലേറ്ററിൽ എന്ന് ഒരു വാക്ക് നമ്മൾ നമ്മുടെ തമ്പിലിട്ടിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. CPM വെന്റിലേറ്ററിലായി, അതിന് ഊർജ്ജശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ കമ്മിറ്റി നിങ്ങൾ കൂടുക, ആര്യ രാജേന്ദ്രനെ നിർത്തി ആരാണ് കളിച്ചത്, ആരൊക്കെയാണ് കളിച്ചത് എന്ന് അവർ തന്നെ കണ്ടെത്തട്ടെ. അവരുടെ തെറ്റ് അവർ തിരുത്തട്ടെ, അല്ലാതെ അതിൽ കിടന്ന് മെഴുകി വരാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് കരുതാം. ഓക്കെ.